ഹായ് ഹലോ. അപ്പോൾ ദാണ്ട ഗെയ്സ് രാവിലെ തന്നെ അമ്പാടിപ്പുന്ന് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ. ബുധനാഴ്ച ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതേണ്ട ഈ നോട്ടം നോക്കിയത് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒന്ന് കണ്ണുരുട്ടി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്സ് കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുവാണ്. ഒരു പീസ് പോലും അവൻ വായിലോട്ട് വെച്ചില്ല കേട്ടോ. ആ മൊബൈലിനകത്തോട്ടങ്ങ് കയറിപ്പോയി. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, നീ ഇച്ചിരിയും കൂടെ അതിനകത്തോട്ടങ്ങ് കയറടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും രാവിലെ തന്നെ എനിക്ക് വിശന്ന് കേട്ടോ. അപ്പം ഞാനും ഓർത്തെന്നാൽ സമയം ഉണ്ടല്ലോ, ഞാനും അങ്ങ് കഴിച്ചേക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള മുട്ടക്കറിയില്ലേ, അതുമായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല സോഫ്റ്റ് അപ്പുമായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കഴിച്ച് അമ്പാടിപ്പൊന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നേ. എവിടെ പോവാ ആമിപ്പൊന്നെ? ആമിപ്പൊന്നെ തിരിച്ചാടി തൊപ്പി വെച്ചേക്കുന്നേ. എവിടെ പോവാ? ഐസ് പൊടി മേടിക്കാൻ പോവാ, അംഗനവാടിയിൽ നിന്ന് വിളിച്ച്. ഇപ്പൊ ഇനി ഞാൻ തന്നെ പോണം, ഫോട്ടോ എടുക്കണമെന്ന്. അതായത് പപ്പയായിരുന്നു മേടിച്ചോണ്ട് വരുന്നത്, 2 മാസത്തെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി റേഷൻ കടയിൽ പോയിട്ട് റേഷൻ സാധനവും വാങ്ങിച്ചിട്ട് വരാം ഇല്ലേ. ഞാൻ കട്ടു പോകാനിരുന്നതാണ്, പക്ഷെ ഞാൻ തുണി മാറിയ അന്നേരം അവൾ എന്നെ പൊക്കും. പിന്നെ എൻ്റെ അടുത്തൂന്ന് മാറത്തില്ല, ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവൾ മാറത്തില്ല. അപ്പൊ ഗൈസ് പോയിട്ട് വരാം. ടാറ്റാ. ശരി. നേരെ പിന്നെ അംഗനവാടിയിലോട്ട് വിട്ടിട്ട് വേണ്ട അമൃതം പൊടി ഏറെ കിട്ടി കേട്ടോ. 2 മാസത്തെ ആയതുകൊണ്ട് 10-13 കവർ അമൃതം പൊടി ഉണ്ട് കേട്ടോ. എന്തോ ചെയ്യുമെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അങ്ങനെ പിന്നെ വേണ്ട റേഷൻ കടയിൽ പോയി അരിയും ഗോതമ്പും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എല്ലാം കൂടെ ഒരൊറ്റ ട്രിപ്പിൽ കാര്യം സാധിച്ചേ. അങ്ങനെ നേരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായിരുന്നു. അപ്പോഴത്തേക്കും ആൺകുഞ്ഞിന് ഞാൻ ചോറ് കൊടുക്കാനായിട്ട് ഭാവിക്കുവാണേ. എപ്പോഴും അതേ ചെയ്യുന്ന പോലെ തന്നെ വേണ്ട പുറകെ പിടിച്ചേക്കുക. ഞാൻ കാണത്തില്ലെന്നുള്ള ഭാവത്തില്ല അവൾ പുറകെ പിടിച്ചേക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ, ഈന്തപ്പഴമായി 2 ദിവസം കൊണ്ട് ഈന്തപ്പഴത്തിൻ്റെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പുള്ളിക്ക് വേണം. ചില ദിവസങ്ങളിൽ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കും, പക്ഷെ ഓർക്കുന്ന ദിവസം എല്ലാം പുള്ളിക്കത് വേണം. അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അമ്മ തന്നെ നല്ല ചുട്ട ചക്കക്കുരു ഇല്ലേ, ചുട്ട ചക്കക്കുരു അടുപ്പിനകത്ത്. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാനിങ്ങനെ ഉന്നിയിരിക്കുന്നൊരു കാര്യമായിരുന്നേ. പക്ഷെ മനം പോലെ മംഗല്യം എന്ന് പറയുന്ന പോലെ അജിയമ്മ അത് വേണ്ട എനിക്ക് സാധിച്ചു തന്നു കേട്ടോ. അങ്ങനെ അതും ഒരു പിടി പിടിച്ച് ഞാൻ അത് ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ഇച്ചിരി ചോറല്ലേ നമ്മൾ കഴിക്കത്തുള്ളൂ. അത് ഞാൻ ഏറെ കഴിച്ചേ. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ കാണിക്കാമെന്നിരുന്ന വള. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അതിൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെ. എന്തുവാ പൊന്ന ഈ അമ്പടിച്ചേട്ടൻ്റെ ഒരു കാര്യമൊന്നും പറയണ്ടല്ലേ ഇല്ലേ? ആമിപ്പൊന്നിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആമിപ്പൊന്നിൻ്റെ താളം പിടിച്ചേ അമ്പാടിപ്പൊന്നെ, പിടിച്ചേടാ. ഇപ്പൊ കൊട്ടിയ പോലെ ഒരു താളം പിടിച്ചേ. അങ്ങനെ നൂഡിൽസ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിയും കഴിഞ്ഞ് ആൾ പഠിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ്റെ ഒരു കൂട്ടത്തിലാണ് ഞാൻ. അന്നേരത്തേക്ക് അവൾക്ക് ആമി കുഞ്ഞിന് ABC ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നേ. അപ്പോൾ കുറച്ചധികം വന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് രേഷ്മയാണെങ്കിൽ കുറച്ച് പൾപ്പ് വന്നിട്ടുണ്ടായിരുന്നേ, മറ്റേ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസിൻ്റെ പൾപ്പ്. അപ്പോൾ ഞാൻ എന്തോ എടുത്തെന്നറിയാം, അതിലോട്ട് അതും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഫ്രഷ് ജ്യൂസാക്കി എനിക്ക് ഫാഷനും അമ്പാടിമോനും കുടിക്കാനുള്ളതുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അത് കുടിച്ചു കേട്ടോ. പക്ഷേ അമ്പാടിമോനിന് അറിയത്തില്ല കേട്ടോ ABCക്കകത്ത് കുറച്ചുണ്ടെന്നുള്ളത്. സത്യത്തിൽ എൻ്റെ ഒരു എന്താ പറയണ്ടേ, എൻ്റെ ഒരു അപേക്ഷ അഭ്യർത്ഥിക്കുമല്ലോ നമ്മൾ, ആ രീതിയിലാട്ടോ ഞാൻ ABC ജ്യൂസ് ഈ ആമിക്ക് കൊടുത്തിട്ട് കുറച്ചധികം വരുമല്ലോ, അതിലോട്ട് ഇച്ചിരി കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടാട്ടോ അമ്പാടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ അതും കൊടുത്ത് നിന്നപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ അജിയമ്മ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അജിയമ്മ വിളിച്ചിട്ട് പറയുന്നത്, ചോറിന് കറിയൊന്നുമില്ല, നീ ആ വെണ്ടയ്ക്ക എടുത്ത് മെഴുക്ക് വരട്ടാൻ പറഞ്ഞു കേട്ടോ. ഇന്നലത്തെ മീൻകറി ആയിരുന്നല്ലോ ഉച്ചയ്ക്ക്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, മെഴുക്ക് വരട്ടെ. പണ്ടാണെങ്കിലേ എങ്ങനെയായിരുന്നെന്നറിയാവോ, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തലകും വലകും ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ അരിയുന്നത്. ഞാൻ നോക്കി ഇതാണല്ലോ എളുപ്പം, എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചുകൊണ്ട് അങ്ങ്. മറ്റേത് കീറാൻ നടക്കണം, പിന്നെ ഓരോന്നോരോന്ന് അരിയാൻ നടക്കണം. ഇതാകുമ്പോൾ ഇങ്ങനെ കൊച്ചു അരി മാറിയാൽ മതി, എളുപ്പമുണ്ട്. എനിക്ക് വെക്കാനോ
ആമിയേ എന്തെടുക്കുക? ആമിപ്പൊന്നിൻ്റെ ഐശ്വര്യയും കൂടി ഇരിക്കുക കളിക്കുമല്ലോ രണ്ടുപേരും. ഞാൻ പറഞ്ഞില്ല ഐശ്വര്യം വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ വല്ല വയ്യാഴികയോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ഉള്ളാക്ക് നിർബന്ധമുള്ളത്. അല്ലെങ്കിൽ ഐശ്വര്യം വന്നാൽ പിന്നെ ഞാൻ എന്നെ വെറുതെ ഉള്ളു. എന്താണ് എന്തായിരുന്നു ചൂടുവെള്ളം കുടി. ഐശ്വര്യം കുടിക്കാൻ ചൂടുവെള്ളം കുടിച്ചാൽ മതി. ഐശ്വര്യം കുടിക്കാൻ ചൂടുവെള്ളം കുടിച്ചാൽ മതി. ചെല്ലാം പഠിക്കണേ. ടി വി കാണുമ്പോൾ എഴുന്നേക്കാറില്ല. ആഹാരം കഴിച്ചുകൊണ്ട് ഫോൺ ചെയ്യുമ്പോൾ അവർ കൂടെ പോയില്ല. പഠിക്കാൻ കയറുമ്പോൾ മാത്രം കുഞ്ഞിന് ദാഹം, നടുവേദന, പിന്നെ വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരു 10 പ്രാവശ്യത്തിന് പുള്ളി ഇറങ്ങി വരും. ആ 10 പ്രാവശ്യത്തിന്റെ കണക്കൂട്ടിനനുസരിച്ച് ഞാൻ ടൈം കൂട്ടുകയും ചെയ്യും. എന്താ ഇന്നലെ 8:30 ഇറങ്ങേണ്ട ഞാൻ 8:45 ഇറങ്ങിയത്. എനിക്കറിയാം പക്ഷേ കണക്ക് പറയുന്നത് ചെല്ലി വേണ്ട വെള്ളം ഇരിക്കുന്നു പൊന്നാ. അതല്ല തണുത്തല്ല. അയ്യോ തണുത്ത വെള്ളം വാങ്ങുഞ്ഞാ അത് പൊന്നെ. ചെല്ലിച്ചിരി കുടിക്കേ. അതിനെന്താ? അയ്യോ അവനെ കാണാത്ത പോലല്ലേ വീഡിയോക്കകത്ത്. പഠിച്ചു കഴിഞ്ഞോ അച്ചുട്ടാ? അച്ചുട്ടാ പഠിച്ചു കഴിഞ്ഞോ? അച്ചുട്ടാ കളിക്കാൻ വന്നായി. ഞാൻ ലെഫ്റ്റ് ഹാൻഡാ കേട്ടോ. അമ്മേ ആരോടാ? അങ്ങനെ വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അജിയമ്മയും പപ്പയും കടയും പൊട്ടിയിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തേണ്ടേ അടുപ്പത്ത് വെച്ചിട്ട് പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അപ്പോൾ അമ്മ വറ്റൽമുളക് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് മോളെ ഈ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് വെട്ട് പച്ചമുളക് അല്ലാതെ പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റ് കിട്ടും മോളെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ വറ്റൽമുളക് ഇട്ടിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വെക്കുന്നത് ആദ്യമായിട്ടാണേ. അങ്ങനെ വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണ്ട സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു ഗെയ്സ്. അടിപൊളി ടേസ്റ്റായിരുന്നു. ആ വറ്റൽമുളകിൻ്റെ ടേസ്റ്റായിരുന്നോ എന്തോ സൂപ്പറായിരുന്നു. അതോ നമ്മൾ ആ ചൂടോടെ കഴിച്ചതിൻ്റെ ആണോ എന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് വേണ്ടത് ആമിപ്പൊന്നിന് ഏത്തയ്ക്ക പിഴുങ്ങിയതായിരുന്നു രാത്രിയിലെ. ABC ജ്യൂസ് കഴിച്ചാണല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു ഇച്ചിരി ഏത്തയ്ക്ക പിഴുങ്ങിയതായിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ ചോറെടുക്കുന്നത്. ഞാനത് മാത്രം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മാത്രമായി എടുത്തത് കേട്ടോ. പിന്നെ ചീരത്തോരനും ഇന്നലത്തെ തലേ ദിവസത്തിൻ്റെ മീൻ ചാറും ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, ഇത് മാത്രം മതിയെന്നും പറഞ്ഞ് ഞാൻ അത് മാത്രം എടുത്തിട്ടാണ്. കുറച്ച് ചോറേ ഞാൻ രാത്രി കഴിക്കത്തുള്ളേ. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വേണ്ട ചാച്ചാരാക്കി കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നാളെ കാണാവേ. കണ്ണി കൊണ്ടോ ഞാൻ നോക്കട്ടെ. ഇല്ല പോട്ടെ. ഇതായിരുന്നോ അടിച്ച് അടിച്ച് കയറിക്കോ കട്ടിലേക്ക് കയറിക്കോ. നമ്മുടെ കയറുന്നില്ലേ? ചാച്ച ഉണ്ടായോ? ഞാൻ ചാച്ചാൻ പോവാ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. എന്തായിരുന്നു? എന്തിനാ പിണങ്ങിയിരിക്കുന്നേ? പറഞ്ഞേ പൊന്നു പറഞ്ഞു. ഇങ്ങനെ നോക്കി ഇത് നോക്കിക്ക്. ഞങ്ങൾ ഇത് കടിച്ച് കളിക്കാൻ പോവാ അല്ലേ? അപ്പോൾ ഗൈസ് നാളെ കാണാവേ. ടാറ്റാ ടാറ്റാ പറ. ടാറ്റാ ടാറ്റാ.